ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് എന്താ വന്നിരിക്കുന്നത് അറിയാമോ? ഇന്ന് ഞാനൊരു വാട്ട്സ് ഇൻ മൈ പൗച്ച് എന്നുള്ള വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ എന്താ വേണ്ടേ? അഫ്കോഴ്സ് എൻ്റെ പൗച്ച്. എൻ്റെ ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ പൗച്ച്. എനിക്ക് എൻ്റെ ബർത്ത്ഡേയിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആക്ച്വലി 3 റോസ് ആണുള്ളത്. നമുക്ക് ഓരോ റോയായിട്ട് പോവാം. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, അപ്പം നമുക്ക് ആദ്യത്തെ കുഞ്ഞു റോയിനെ തുറക്കാം. കുഞ്ഞു റോയില് കുറച്ച് മുട്ടായും പിന്നെ എൻ്റെ ഈ പിങ്ക് എറേസർ. ഇത് നല്ല എറേസറാണ് കേട്ടോ, നല്ല മണമുള്ള ഡോംസിൻ്റെ എറേസറാണ്. ഞാൻ പ്രീമിയറിൽ നിന്ന് വാങ്ങിയതാ. ഈ പർപ്പിൾ എറേസറും എൻ്റെ കൂടെ ഞാൻ വാങ്ങിയതാ പ്രീമിയറിൽ നിന്ന്. രണ്ടിനും 5 രൂപ എന്ത് തന്നെ ഉള്ളൂ. അടുത്ത് ഷാർപ്നർ, എൻ്റെ ഒരു പെൻസിലിൻ്റെ ഒരു സെറ്റിൻ്റെ കൂടെയൊക്കെ കിട്ടിയതാണ്. അത് ഞാൻ എൻ്റെ സ്കൂളിൽ മാഗസീൻ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു, ചിൽഡ്രൻസ് മാഗസീൻ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പെൻസിൽ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഷാർപ്നർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് റോയിൽ. നമുക്ക് അപ്പം നേരെ സെക്കൻഡ് റോയിൽ പോകാം. സെക്കൻഡ് റോയിനെ ഞാൻ എപ്പോഴും വിളിക്കുന്നത് ബ്ലാക്ക് പെൻ റോ എന്നാണ്. കാരണം ആ റോയിൽ മുഴുവനും ബ്ലാക്ക് പെന്നേ ഉള്ളൂ. ഇത്രയും ബ്ലാക്ക് പെന്നാണ് എൻ്റെ ഉള്ളത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലാക്ക് പെൻ. ഈ കമ്പനി എനർജൽ എന്നാ ഇവിടെ എഴുതിയിരിക്കുന്ന. അപ്പോൾ ഇത് ഏത് കമ്പനിയാണെന്ന് എനിക്ക് അത്ര അറിയില്ല. നിങ്ങൾക്ക് അറിയാമോ ഇല്ലാന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഫസ്റ്റ് പെൻ, ഇതാണ് സെക്കൻഡ് പെൻ. ഇതിൻ്റെ തന്നെ 2 പെൻ ഉണ്ടായിരിക്കും. ഇതാണ് ഒക്ടേൻ്റെ ഒരു ബ്ലാക്ക് ജെല്ല്, പിന്നെ ഒരു ഹീറോ പെന്ന്. അത് ബ്ലാക്കിംഗ് ആണ്, പിങ്ക് ഇല്ല, ഇങ്ക് നിറയ്ക്കണം. ഇത് ആഡ് ജെല്ലിൻ്റെ ഒരു ബ്ലാക്ക് പെന്ന്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെയാണ്. ഇതിൻ്റേതും എനിക്കറിയില്ല, ബ്ലിങ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെയാണ്. ഇതൊരു ബ്ലാക്ക് പെന്നാണ്, ടിക്ക് പെൻ. അടുത്ത് വേറൊരു ബ്ലാക്ക് പെൻ. ഇത് ഡോംസിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അല്ല, ഈ പേര് കേട്ടിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഹൗസർ. ഇതാണ് വേറൊരു പെൻ. നെക്സ്റ്റ് പെന്ന് വരുന്നത് സെയിം ബ്ലാക്ക് തന്നെ. ഇതിൻ്റെ ബ്ലൂ ഉണ്ട്. ഇത് ബ്ലാക്ക് ജെൽ പെന്നാണ്. അടുത്ത് വീണ്ടും ഒരു ബ്ലാക്ക് ജെല്ലാണ്. ഇത് ഓഷ്യൻ്റെ എന്തോന്നോ ബ്ലാക്ക് ജെൽ പെൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ മായിന് പോയി. ഇത് ഓഷ്യൻ എന്തോന്നോ ആണ് ഈ കമ്പനിയുടെ. നമുക്കിതെല്ലാം തിരിച്ചു വെച്ചിട്ട് ബ്ലൂ പെൻ റോ അല്ലെങ്കിൽ ആക്സസറീസ് റോ തുറക്കാം. അതെന്താ ഞാൻ അങ്ങനെ വിളിക്കുന്നത് അറിയാമോ? അത് 2 സെറ്റ് പോലെയാണ് ഞാൻ വേർതിരിച്ചിരിക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെ സെറ്റ് മുഴുവൻ ബ്ലൂ പെൻസാണ്. അല്ലാത്തതിൽ ആക്സസറീസ് അല്ല, ഇങ്ങനെ വൈറ്റ്നർ, സ്കെയില്, പെൻസില്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ എൻ്റെ ടൈം ടേബിള്. ലാസ്റ്റ് തരം ഇതാണ് എൻ്റെ ടൈം ടേബിൾ. ഇതെൻ്റെ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തന്നെയാണ്. ഞാൻ എപ്പോഴും പൗച്ചിൽ തന്നെ വെക്കും. ഇതാണ് ഒരു പിങ്ക് സ്കെയിൽ. അന്ന് ഞാൻ ഒരു പെൻസിൽ സെറ്റ് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ കിട്ടിയ സ്കെയിലാണിത്. നമുക്കപ്പം ഇതിലോട്ട് ആദ്യം പോകാം, എന്നിട്ട് നമുക്ക് ഇവിടേക്ക് പോകാം. ഇത് ഒരു ഗ്ലൂ പെന്നാണ്. നിങ്ങൾ പേന പോലെ ആയിരിക്കും ചിന്തിക്കുന്നത്, പെൻ പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് ആക്ച്വലി ഗ്ലൂ ആണ് അകത്ത്. ഇതെൻ്റെ ബുക്കിൻ്റെ പുറത്ത് എഴുതുന്ന പേരൊക്കെ എഴുതില്ല, ആ ഒരു പെന്നാണ്. ഈ പെൻ ആർട്ട്ലൈൻ്റെ ആണ്. മാർക്കർ, DVD മാർക്കർ എന്നാണ് ഇതിലേക്ക്. പിന്നെ ഒരു സ്കെച്ച് പെന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് ഹൈലൈറ്റർ ഞാൻ കവർ സ്റ്റിക്കറൊക്കെ വെച്ച് കുളമാക്കി വെച്ചിരിക്കുക. പിന്നെ എൻ്റെ ഒരു വൈറ്റ്നർ. ഈ വൈറ്റ്നർ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രേ എൻ്റെ ആക്സസറീസ് അങ്ങനെ ഉള്ളൂ. അപ്പം നമുക്കിതൊക്കെ തിരിച്ചു വെക്കാം.
ഇത് ആർട്ട് ലൈൻ്റെ ആണ്. ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് കളേഴ്സിൻ്റെ ആണ്. ഇത് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബ്ലൂ പെന്നിലോട്ട് പോവാം. ഇതാണ് ബ്ലൂ പെൻ. ഇത്രയും ബ്ലൂ പെൻസാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഓരോന്നായി പോവാം. ഫസ്റ്റ് ബ്ലൂ പെൻ ഒരു ടിക് ടിക് പെന്നാണ്. സെക്കൻഡ് ബ്ലൂ പെൻ വീണ്ടും ടിക് ടിക് പെന്നാണ്. ഇത് യൂണോമാക്സിൻ്റെ പെന്നാണ്. ഇത് ആഡ്ജെല്ലിൻ്റെ പെന്നാണ്. നമ്മൾ ആഡ്ജെല്ലിൻ്റെ ഒരു ബ്ലാക്ക് ഇങ്ക് കണ്ടില്ലേ, ആഡ്ജെല്ലിൻ്റെ ബ്ലൂ ടിക് ടിക്. അടുത്ത വീണ്ടും ഒരു ടിക് ടിക് പെൻ. എൻ്റെ താഴെ മഷിയൊക്കെ ലീക്കായതാ, അലങ്കോലമായിട്ട് കിടപ്പുണ്ട്. ഇത് ഡോംസിൻ്റെ അല്ല, നമ്മൾ വേറൊരു പേന കണ്ടിട്ട് നമുക്കത് വായിക്കാൻ പറ്റിയില്ലല്ലോ, ബ്ലാക്ക് ഇങ്ക് എന്താ ഇതിൻ്റെ ബ്ലാക്ക്. ഇത് രണ്ടും ഒരേ കമ്പനിയാണ്, ബ്ലൂ ഇങ്ക്. നല്ല രസമാണ് ഇത് വെച്ചാൽ, നല്ല സ്മൂത്ത്നെസ്സും ഉണ്ട്, നല്ല ഡാർക്ക് ഇങ്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഡ്ജെല്ലിൻ്റെ വേറൊരു ബ്ലൂ ഇങ്ക് പെൻ. രണ്ടും സെയിം തന്നെ, പക്ഷെ ഔട്ടർ കളർ വേറെ വേറെ. നെക്സ്റ്റ് ഫ്ലെയറിൻ്റെ ഒരു ബ്ലൂ പെൻ. ഇതിൻ്റെ കളർ പെൻസും ഉണ്ട്. ഞാൻ ബ്ലൂ പെൻ മാത്രമേ സ്കൂളിൽ കൊണ്ടുപോകും, കളർ പെൻസ് വീട്ടിൽ വെക്കും. അടുത്ത് ടിക് ടിക് പെൻ. ഇതിൻ്റെ ബ്ലാക്ക് എനിക്കുണ്ട്, ബ്ലൂ ഉണ്ട്. വീണ്ടും ഒരു ടിക് ടിക് പെൻ. ഇത് നല്ല സ്മൂത്താണ് എഴുതാൻ. ഇത് ടെൽമയുടെ ഒരു ബ്ലൂ പെന്നാണ്. ഇത് ഒക്ടേൻ്റെ ബ്ലൂ ജെൽ പെൻ. ഇതൊരു ബ്ലൂ ജെൽ പെന്നാണ്. കമ്പനി എവിടെ പോയി? കമ്പനി എനിക്കറിയില്ല ഗൈസ്, ഇതിൽ കമ്പനി എഴുതിയിട്ടില്ല ഫ്രണ്ട്സ്. അപ്പം കമ്പനി നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്തുള്ളത് വേറൊരു പെൻ. ഇത് ബ്ലൂ അല്ല, ബ്ലൂ പോലെ ഇരിക്കും, എന്നാലും വേറൊരു ടൈപ്പ് ബ്ലൂ ആണ്, ഒരു ലൈറ്റ് കളർ ബ്ലൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് കൂടുതലും മലയാളം എഴുതാനാണ് യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷൊന്നും ഇത് ചെയ്തില്ല. പിന്നെ വേറൊരു ബ്ലൂ പെൻ, അത് എക്സ്ട്രാ വുഡ് പോലെ ഇരിക്കും. എനിക്ക് ഈ ഒരു കാർവിങ് ഇഷ്ടമാണ്. ഇതിൻ്റെ ടിക് ടിക് പെന്നും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി തിരിച്ചു വെക്കാം. ഞാൻ ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബ്ലൂവിൻ്റെയൊക്കെ അവിടെയൊക്കെ ബ്ലാക്ക് ഒക്കെ വരും. എന്ന് വെച്ചാൽ ഇവിടെ ബ്ലൂവും കാണും ബ്ലാക്കും കാണും, അങ്ങനെ മുഴുവനും മെസ്സി ആയിട്ടിരിക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ വീണ്ടും അതിനെ പറക്കിയെല്ലാം വെക്കും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ പൗച്ചിൽ. എൻ്റെ പൗച്ചിൽ കണ്ട എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പറയണേ. അപ്പം നമുക്ക് എൻ്റെ പൗച്ചിനെ അടയ്ക്കാം. ഈ പൗച്ച് ഞാൻ എവിടെ നിന്ന് വാങ്ങിയെന്നറിയാമോ? ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ക്യൂട്ട് പൗച്ചസ് എന്നടിച്ചാൽ ഇത് കിട്ടും. ഹാപ്പി ടൈംസ്. ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം. ടാറ്റാ.